മന്ത്രി വീണ ജോർജിന്റെ വാഹനമിടിച്ച് പരിക്കേറ്റ് സ്കൂട്ടർ യാത്രിക ഇന്നും ദുരിതത്തിലാണ്. തലയ്ക്ക് പരിക്കേറ്റ പത്മജിക്ക് 3 മാസം ശമ്പളത്തോടുകൂടി അവധി നൽകാമെന്ന് മന്ത്രി പറഞ്ഞെങ്കിലും 1 മാസത്തെ ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. ഗുരുതര പരിക്കേറ്റ പത്മജിക്ക് 8 മാസത്തോളമാണ് അവധി എടുക്കേണ്ടി വന്നത്. ആംബുലൻസിന് നൽകിയ 10,000 രൂപ മാത്രമാണ് ലഭിച്ച ഏക സഹായം. തലയിലെ പരിക്ക് കാഴ്ചയെയും ബാധിച്ചു. ഉറങ്ങുമ്പോൾ പോലും കണ്ണടയ്ക്കാനാവാത്ത അവസ്ഥയാണെന്നും പത്മജ പറയുന്നു. പത്മജയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. മന്ത്രിൻ്റെ വണ്ടി ഇടിച്ചിട്ട് അന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്നും മക്കളോടും വാഗ്ദാനം ചെയ്തിട്ടാണ് മന്ത്രി പോയത്. ഒരു പ്രാവശ്യം വിളിച്ചു വേണ്ടതൊക്കെ ചെയ്തു തരാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ചേച്ചിയെ കാണാനെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു വിളിയോ പറച്ചിലോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇവിടുന്ന് 2 പ്രാവശ്യമായിട്ട് നിവേദനങ്ങൾ കൊടുത്തു. ഫസ്റ്റത്തെ പോക്കിന് ഒരു 10,000 രൂപ അവർ ആംബുലൻസ് വാടകയായിട്ട് തന്നു എന്നല്ലാതെ ഇതുവരെ വേറെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവർ 3 മാസം സാലറിയോട് കൂടിയുള്ള ലീവ് എന്ന് പറഞ്ഞു. ഇതുവരെ ആ സാലറിയും കിട്ടിയിട്ടില്ല. പെൻഡിങ് ഉള്ള ഇപ്പോഴുള്ള സാലറിയും കിട്ടിയിട്ടില്ല. പരിക്ക് കണ്ണിൻ്റെ കാഴ്ച കുറച്ച് പോയി. കണ്ണിൻ്റെ അകത്ത് ഗ്ലാസ് കയറിയിട്ട് സ്റ്റിച്ച് ഉണ്ട്. ഇപ്പോഴും ഒരു സ്റ്റിച്ച് ഉണ്ട്. അതെടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കയ്യിൻ്റെ വിരൽ ഇപ്പോൾ ഇങ്ങനെ വിറച്ചും കൊണ്ടേയിരിക്കും. അതിൻ്റെ വെയിന് കട്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പം അഷ്കറിലേക്ക് കരിമ്പയുണ്ട്. അഷ്കറിലേക്ക് കരിമ്പ നമ്മൾ ഓർമ്മയുണ്ട് ആ വാർത്ത. മിനിസ്റ്ററുടെ വാഹനം ഇടിച്ച് സ്കൂട്ടർ യാത്രിക അന്ന് പരിക്കേറ്റു എന്നതായിരുന്നു വാർത്ത. പത്മജയായിരുന്നു അത്. അന്ന് പത്മജയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റത്. അന്ന് മന്ത്രി ഈ പത്മജയോട് വിളിച്ചു പറഞ്ഞത് 3 മാസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധിക്ക് വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ പത്മജ പറയുന്നത് എന്താണ്? 1 മാസത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല എന്നാണോ ഈ 3 മാസത്തിനിടയിൽ? അരുൺ, മന്ത്രിയുടെ ഉറപ്പ് പാഴായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് പത്മജ പറയുന്നതും. 2024 ജൂലൈ 31 അന്ന് ചൂരൽമല ദുരന്തം നടന്ന ഘട്ടത്തിലാണ് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് പോകുന്നതിനിടെ ഈ മഞ്ചേരി ചെട്ടിയങ്ങാടിൽ വെച്ച് മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചില പരിക്കുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഗുരുതരമായി പരിക്കേറ്റതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ക്ലീനിങ് സ്റ്റാഫ് കൂടിയായിട്ടുള്ള കാവന്നൂർ സ്വദേശിനിയായിട്ടുള്ള പത്മജയുടെ തലയ്ക്കാണ് സാരമായി പരിക്കേറ്റത്. അപ്പോൾ അന്ന് ചികിത്സയിലായിരുന്ന പത്മജയ്ക്ക് മന്ത്രി സൂപ്രണ്ടിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും നേരിട്ട് പത്മജിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു പത്മജ ചികിത്സയിൽ കഴിയുന്നത്. അഥവാ 3 മാസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകാം, ആ 3 മാസത്തെ ശമ്പളം നൽകാം, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് സഹായിക്കാം, എല്ലാം ഒപ്പം കൂടെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ ആ മന്ത്രിയുടെ വാക്ക് അത് വെറും വാക്കായി പോയി എന്നതാണ്. പിന്നീട് ഒരിക്കലും മന്ത്രിയെ കാണാനോ മന്ത്രിയുടെ സഹായങ്ങൾ ലഭിക്കുകയോ ഒന്നും ചെയ്തില്ല. മാത്രമല്ല മന്ത്രി അങ്ങോട്ട് വാഗ്ദാനം ചെയ്ത ആ 3 മാസത്തെ ശമ്പളം അത് ലഭിച്ചില്ല എന്നതാണ്. അന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റുകൊണ്ട് തമിഴ്നാടുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ പത്മജയെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു, ഷിഫ്റ്റ് ചെയ്തിരുന്നു. അന്ന് ആ ആംബുലൻസിന് നൽകാൻ വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു 10,000 രൂപ ആംബുലൻസ് നൽകിയതല്ലാതെ 1 രൂപ പോലും പത്മജിക്ക് ലഭിച്ചില്ല. പത്മജ രാത്രി കിടന്നുറങ്ങുമ്പോൾ കണ്ണടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ആ രീതിയിൽ ഭാഗം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി അടക്കം ചെയ്താലേ പഴയ രീതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പോകാൻ കഴിയൂ. അതിനുള്ള സാമ്പത്തികമായ പരിമിതി ഉള്ളതുകൊണ്ട് ആ ചികിത്സയും ഇതുവരെ പത്മജ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മന്ത്രി ആ നൽകിയ വാക്ക് പാലിക്കണം. അന്നുള്ള ഫെസ്റ്റിവൽ ബോണസ് അടക്കം ഈ ചികിത്സാ കാലയളവിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർക്ക് നൽകിയ ഫെസ്റ്റിവൽ ബോണസ് അടക്കം പത്മജയുടെ നിന്നും കട്ട് ചെയ്തു എന്നുള്ളതാണ് പത്മജ പറയുന്നത്. അരുൺ, അതായത് മിനിസ്റ്റർ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. മിനിസ്റ്റർ പറഞ്ഞു പോയി, അതിനുശേഷം ശമ്പളം കാത്തിരുന്നു. ആ 3 മാസത്തെ ശമ്പളവും കിട്ടിയില്ല. ഇപ്പം ജോലിക്ക് കയറിയതിന് ശേഷമുള്ള 1 മാസത്തെ ശമ്പളവും കിട്ടിയിട്ടില്ല അല്ലേ? ജോലിക്ക് കയറിയ ശേഷമുള്ള 2 മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച താൽക്കാലിക ജീവനക്കാരിയാണ് പത്മജ. അതുകൊണ്ട് തന്നെ 2 മാസമായി അവർക്ക് ചെയ്ത ജോലിയുടെ ശമ്പളം കിട്ടാനുണ്ട്. മന്ത്രി വാഗ്ദാനം ചെയ്ത 3 മാസത്തെ സംഭവിച്ചത് മിനിസ്റ്റർ ഒന്ന് ഉത്തരവിട്ടാൽ ഒരുപക്ഷെ അവർക്ക് ഒരു ആശ്വാസം കിട്ടും. കാര്യം ഈ 3-5 മാസത്തെ ശമ്പളമൊന്നും ഇല്ലാതെ പരിക്കേറ്റ ഒരു സ്ത്രീ, ഒരു വേറെ ഒന്നും വരുമാനം ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതെന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത വാക്ക് നടപ്പായില്ല എന്നാണ് പത്മജയുടെ ആരോപണം. അതിൽ നമുക്ക് മിനിസ്റ്ററുടെ പ്രതികരണം എടുക്കാം. മിനിസ്റ്റർ ഇപ്പോൾ മലപ്പുറത്ത് വരുന്നുണ്ട്. മിനിസ്റ്ററുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കാം. എനിക്കൊന്ന് മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അത് ന്യായമാണല്ലോ. അവർക്ക് 2 മാസം ജോലി ചെയ്ത ശമ്പളത്തിൻ്റെ കാശ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നല്ലേ 3 മാസം ആശുപത്രിയിൽ കിടന്ന സമയത്ത് കൊടുക്കേണ്ട പൈസ അതും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും മിനിസ്റ്റർ ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം.